ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൃപ നിറയുന്ന കുടുംബങ്ങളെന്ന ബൈബിൾ അടിസ്ഥാനപരമാക്കിയ ചിന്തകളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ പൂർവ്വപിതാക്കന്മാരുടെ കുടുംബത്തിലൂടെ അവരോടൊത്ത് സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയായിരുന്നു. ജോസഫിൻ്റെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ജോസഫിനോടൊപ്പം പൂർവ്വപിതാക്കന്മാരോടൊപ്പം ഈജിപ്തിൽ വാസമാക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളോടൊപ്പം വസിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയുണ്ടായി. ഈജിപ്തിലായിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തോടും ഈജിപ്തിലായിരിക്കുന്ന യാക്കോബിൻ്റെ 12 മക്കളോടുമൊത്തുള്ള വാസം അല്ലെങ്കിൽ അവരുടെ കുടുംബ വ്യവസ്ഥിതികളെപ്പറ്റി, അവിടെയുള്ള ദൈവത്തിൻ്റെ കൃപ നിറയുന്ന ഇടപെടലുകളെപ്പറ്റി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു: യാക്കോബും യാക്കോബിൻ്റെ മക്കളും കുടുംബസമേതമാണ് ഈജിപ്തിലേക്ക് എത്തിയത്. യാക്കോബിന് 70 മക്കളായിരുന്നുവെന്ന്. അപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഈ 70 മക്കളും അവരുടെ കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ സമൂഹമാണ് ഇസ്രായേലിൽ വാസമുറപ്പിച്ചത്. അങ്ങനെ 70 പേരിൽ നിന്നും ആരംഭിക്കുന്ന ആ വളർച്ചയാണ് പിന്നീട് ഈജിപ്തിനെ ഭയപ്പെടുത്തുന്നതെന്ന് നാം കാണുന്നു. അവിടെ 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, അവർ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ വളർന്ന് ശക്തി പ്രാപിച്ചു. എണ്ണത്തിലും ശക്തിയിലും അവർ വളർന്നു, അവർ വ്യാപിക്കുകയും ചെയ്തു. ഈജിപ്ത് മുഴുവനും വ്യാപിച്ചു എന്ന്. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ 12 പേരടങ്ങുന്ന ഈ വംശം, ഈ കുടുംബം ഈജിപ്തിനെ കീഴടക്കുവോളം ശക്തിയിലും എണ്ണത്തിലും വർദ്ധിച്ചു. ഈജിപ്ത് മുഴുവനും വ്യാപിച്ചു എന്ന് നാം കാണുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എന്തായിരുന്നു ഇവർ വർദ്ധിക്കുന്നതിൻ്റെ കാരണം? അവരെണ്ണത്തിൽ മാത്രമല്ല ശക്തിയിലും വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എണ്ണം വർദ്ധിക്കുന്നിടത്ത് ശക്തിയും വർദ്ധിക്കുന്നു. ഈ എണ്ണവും ശക്തിയും കണ്ട ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ഭയപ്പെട്ടു എന്ന് നാം കാണുന്നുണ്ട്. ദൈവം കൂടെ വസിക്കുമ്പോഴാണ് കുടുംബത്തിൽ എണ്ണവും ശക്തിയും വർദ്ധിക്കുന്നത് നാം കാണുന്നു. എണ്ണം കുറയ്ക്കുവാനും ശക്തി കൂട്ടുവാനും ശ്രമിക്കുന്ന ഒരു ലോകമല്ലേ നമ്മുടെ ചുറ്റും. കുടുംബങ്ങളിലെ എണ്ണം കുറയ്ക്കണം, എന്നാൽ ശക്തി കൂട്ടണം. എന്നാൽ ഇത് ദൈവത്തിൻ്റെ നിയമത്തിനെതിരാണെന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തിന് ഒത്തുപോകുന്നതല്ല എന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സാക്ഷിക്കുന്നു. ഈജിപ്തുകാർ അവരെ ഭയപ്പെട്ടു എന്ന് നാം പറയുന്നുണ്ട്. ഈജിപ്തുകാർ അവരെ ഭയപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്: അവർ ശക്തിയുള്ളവരായതിനാൽ നമുക്കെതിരെ പൊരുതുകയും ഒരുപക്ഷെ രാജ്യം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തേക്കാം. ഒരുപക്ഷെ ഈ നമ്പരും ഈ വളർച്ചയും ഒക്കെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്നത് ഒരുപക്ഷെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർദ്ധിച്ച മാനത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിലും, അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായ നിശ്ചയം നമുക്ക് തരുന്നില്ലെങ്കിലും, ദൈവം അവിടെ കൂടി ഉണ്ടായിരുന്നതിനാൽ അവർ വളർന്ന് വ്യാപിച്ചു എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇങ്ങനെ വർദ്ധിച്ചു വന്ന ഇസ്രായേൽ കുടുംബത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ വംശത്തെ, അല്ലെങ്കിൽ ഇസ്രായേലിലെ വംശത്തിലെ കുടുംബത്തെ എങ്ങനെ നിർവീര്യമാക്കാമെന്ന് ഈജിപ്ത് ചിന്തിച്ചു തുടങ്ങി എന്നാണ് ഇതിൻ്റെ സാരം. അതിനായി അവർ ഗൂഢതന്ത്രങ്ങൾ കൗശലപൂർവ്വം പെരുമാറി. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തിലെ ഏത് ചരിത്രത്തിലും ദൈവം കൂടെയുള്ള ജനം വളർന്നു വർദ്ധിക്കുമ്പോഴുണ്ടായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം കാണുന്നു. ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് നാം കാണുന്നു. അങ്ങനെ ഈജിപ്തിലെ ഇസ്രായേൽ കുടുംബത്തെ നിർവീര്യമാക്കാൻ, നാമാവിശേഷമാക്കുവാൻ ഈജിപ്തിലെ ഭരണാധികാരികൾ കൗശലപൂർവ്വം പെരുമാറിയെന്ന് 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നു. അവരോട് നമുക്ക് തന്ത്രപൂർവ്വം പെരുമാറാം. ഇസ്രായേലിനെ
തന്ത്രപൂർവ്വം പെരുമാറാമെന്ന് ഉദ്ദേശിച്ചത് ഇസ്രായേലിലെ കുടുംബങ്ങളോട് തന്ത്രപൂർവ്വം പെരുമാറാമെന്നുള്ളതാണ്. കാരണം കുടുംബത്തിലൂടെയാണ് എണ്ണം വർദ്ധിക്കുന്നത്. അപ്പോൾ എണ്ണം വർദ്ധിക്കുന്ന ദൈവമക്കളോട് തന്ത്രപൂർവ്വം പെരുമാറുവാൻ എല്ലാ കാലത്തും പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്നും നടക്കുന്നു എന്ന് നാം ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ തന്ത്രപൂർവ്വം പെരുമാറുവാൻ അവർ പരിശ്രമിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നാം കാണുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് അല്പം കൂടി നമുക്ക് കിടക്കാം. ഏകദേശം ക്രിസ്തുവിന് മുമ്പ് BC 1700-കളിലാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലെത്തുന്നത്. അങ്ങനെ ഇസ്രായേലിലെത്തിയ ഈജിപ്ത് ജനം അവിടെ 400 വർഷങ്ങൾ 450ഓളം വർഷങ്ങൾ ഈജിപ്തിൽ താമസിക്കുമ്പോൾ ഏകദേശം 350-400 വർഷങ്ങളിൽ ഏറിയ ഭാഗവും അവർ അടിമകളായി അവിടെ ജീവിക്കേണ്ടി വന്നു എന്നാണ് സാരം. ഒരുപക്ഷെ ജോസഫിന് ശേഷം വന്ന തലമുറകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം എണ്ണം വർദ്ധിച്ചപ്പോൾ വന്ന രാജാക്കന്മാരും ഭരണാധികാരികളും ഏറിയ കൂറും ഇസ്രായേലിനോട് വിരോധമായി പെരുമാറിയതിന് കാരണം തങ്ങൾക്കിത് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇസ്രായേലിൻ്റെ പുരോഗതിയായിരുന്നു. അതിനാൽ അവരെ അടിമവേലയ്ക്ക്, അവരെ അടിമത്തത്തിലേക്കും കഠിനമായ വേലയിലേക്കും നയിക്കുവാൻ ഈജിപ്തിലെ ഭരണാധിപന്മാർ നിശ്ചയിച്ചു എന്ന് സാരം. 1230 വർഷങ്ങളിൽ ഉണ്ടായിരുന്ന റംസേസ് എന്ന ഈജിപ്ത് രാജാവ് അല്ലെങ്കിൽ ഈജിപ്തിലെ ചക്രവർത്തിയാണ് ഇസ്രായേലിനെ നാമാവിശേഷമാക്കുവാൻ 3 തന്ത്രങ്ങളാണ് മെനഞ്ഞത്. അതെങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കുടുംബങ്ങളെ ബാധിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഗോഷേൻ എന്ന സ്ഥലത്ത്, അതായത് ഇസ്രായേലിൻ്റെ ജീവിതസ്ഥിതി ഏറ്റവും പുഷ്ടിപ്പെട്ടിരുന്ന ഈജിപ്തിൻ്റെ ഡെൽറ്റാ തീരമായ അല്ലെങ്കിൽ നൈലിൻ്റെ ഡെൽറ്റാ തീരമായ ഗോഷേനിൽ ഇവർ ജീവിക്കുമ്പോൾ ഇവരെ നാമാവിശേഷമാക്കുവാൻ ഈജിപ്തിൻ്റെ ഭരണാധികാരികൾ മെനഞ്ഞ തന്ത്രം 3 തലത്തിലുള്ളതായിരുന്നു. ഒന്നാമത്തേത്, അവരെ കഠിനമായ ക്ലേശം നിറഞ്ഞ ജോലികൾക്ക് അവരെ നിയമിക്കുക. രണ്ടാമത്തേത്, അവരെ അടിമകളാക്കുക. മൂന്നാമത്തേത്, അവരുടെ ആൺകുഞ്ഞുങ്ങളെ വധിക്കുക. ആദ്യത്തെ ഈ 2 കഠിനമായ വേലയും അടിമത്തവും അവരെ തോൽപ്പിക്കാനോ നിരായുധരാക്കാനോ സാധിച്ചില്ല എന്ന് നാം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവരെ എത്രമാത്രം ക്ലേശത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയോ അതനുസരിച്ച് അവർ വളർന്നു എന്നാണ്. ഇത് വലിയൊരു സത്യമാണ് നമുക്ക് നൽകുന്നത്. ദൈവം കൂടെയുള്ള ഒരു ജനത്തെ എത്രമാത്രം പീഡിപ്പിച്ചാലും ആ പീഡനങ്ങളും അതിജീവിച്ച് ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഈ ആദ്യത്തെ തന്ത്രം അത്ര വിജയം കണ്ടില്ല എന്ന് മനസ്സിലാക്കിയവർ രണ്ടാമതൊരു തന്ത്രം മെനയുന്നത് നാം കാണുന്നു. അതാണ് ഇസ്രായേലിലെ ആൺകുട്ടികളായി ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രസവത്തോടെ തന്നെ കൊന്നുകളയണമെന്ന് ഭരണാധിപന്മാർ സൂതികർമ്മിണികൾക്ക് നിർദ്ദേശം നൽകുന്നതായി നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ സൂതികർമ്മിണികളിലേക്ക് ദൈവഭയം അയച്ചു കൊടുത്തു എന്ന് നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ലൈഫ് പ്രോജക്റ്റായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. സൂതികർമ്മിണികൾ തന്ത്രപൂർവം പെരുമാറിയതുകൊണ്ട് ഇസ്രായേലിലെ ആൺകുട്ടികളെ പലരെയും രക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ജീവനെ, ഇസ്രായേലിൻ്റെ ആൺമക്കളുടെ ജീവനെ രക്ഷിച്ച അവരുടെ കുടുംബത്തെ ദൈവം രക്ഷിച്ചു എന്നും അവരുടെ സന്താന പരമ്പരകളെ അനുഗ്രഹിച്ചു എന്നും പുറപ്പാടിൻ്റെ പുസ്തകം നമ്മോട് പറയുമ്പോൾ ദൈവിക ജീവന് കാവൽ നിൽക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. കുടുംബങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിലൂടെ സൂതികർമ്മിണികളിലൂടെ അവരെയും ഇസ്രായേൽ കുടുംബങ്ങളെയും പ്രത്യേകമാംവിധം, അദൃശ്യമാംവിധം, അവിസ്മരണീയമായ വിധം സഹായിക്കുന്നതും കൂടെ നിൽക്കുന്നതും നാം കാണുന്നു. ദൈവം അവരോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട് കൃപ ഇസ്രായേൽ കുടുംബങ്ങളിലേക്കും
അവരെ സഹായിച്ച സൂതികർമ്മിണികളുടെ കുടുംബത്തിലേക്കും പകരുന്നത് നാം കാണുന്നു. ജീവന് വേണ്ടി കാവൽ നിൽക്കണം, ജീവനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാനുള്ള അവരുടെ ആ വിരുദ് നിറഞ്ഞ ജീവിതം എത്രമാത്രമാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം കാണുന്നത്. ജീവന് കൂട്ടുനിൽക്കുന്ന, ജീവൻ വളരുവാനായി, നശിപ്പിക്കപ്പെടാതിരിക്കുവാനായി ഉള്ള ഏത് പരിശ്രമത്തിനും ദൈവം വലിയ പ്രതിഫലം നൽകുമെന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സൂതികർമ്മിണികളുടെ കരങ്ങളാൽ നശിപ്പിക്കപ്പെടേണ്ടവർ ജീവിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ മറ്റൊരു തന്ത്രത്തിലേക്ക് ഈജിപ്ത് ഭരണാധികാരികൾ നീങ്ങുന്നത് നാം കാണുന്നു. അതായത് ഇസ്രായേലിലെ എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്ന കൽപ്പന വരികയുണ്ടായി. അപ്രകാരം എല്ലാ ആൺകുട്ടികളും മരിക്കുവാൻ കാരണമായി തീരുന്നു, അല്ലെങ്കിൽ മരിക്കുവാനുള്ള സാഹചര്യം ഈജിപ്ത് ഒരുക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ സർവശക്തനായ ദൈവവും അദൃശ്യമാം വിധം ദൈവത്തെയും അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ കരങ്ങളാൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിൻ്റെ അവിസ്മരണീയമായ ചിത്രങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുക. നാം അവിടെ കാണുന്നു, ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരുവൻ അതേ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയുമായി വിവാഹ നിശ്ചയവും വിവാഹവും നടക്കുകയും ആ കുടുംബത്തിൽ നിന്ന് മോശ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്നതായി. ഇസ്രായേലിൻ്റെ നിലവിളി നൂറ്റാണ്ടുകളായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ അതിനോട് ദൈവം പ്രതികരിച്ച വിധം ഏറ്റവും മനോഹരമാണ്. ദൈവം പ്രതികരിക്കുവാൻ ദൈവത്തിന് ഒരുപക്ഷെ ആകാശത്ത് നിന്ന് വലിയൊരു ശക്തിയായി അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇസ്രായേലിലേക്ക് വന്ന് ഇസ്രായേലിനെ രക്ഷിക്കാമായിരുന്നില്ലേ? എന്നാൽ ദൈവം ഇടപെട്ടത് കുടുംബത്തിലൂടെയാണ്, ഒരു കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയിലൂടെയാണ് എന്ന് നാം ഇവിടെ കാണുന്നു. അപ്പോൾ രക്ഷാകരമായ പദ്ധതിയിൽ, അല്ലെങ്കിൽ തുടർന്നു വരുന്ന രക്ഷാകരമായ പദ്ധതിയിൽ കുടുംബങ്ങൾക്കുള്ള പ്രാധാന്യം ഒരിക്കൽ കൂടി നാം ഇവിടെ കാണുകയാണ്. ലേവി ഗോത്രത്തിലുള്ള ഒരു കുടുംബത്തിലാണ് ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ അഥവാ മോശ പിറന്നു വീഴുന്നത്. മോശയുടെ കുടുംബ പശ്ചാത്തലവും മോശയുടെ ദൈവവിളിയുമൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിലവിളിക്കുന്ന കുടുംബങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും ദൈവം ഇറങ്ങി വരുന്നത് അമാനുഷികമായോ മനുഷ്യൻ്റെ സങ്കല്പത്തിനൊക്കെ അപ്പുറമായുള്ള ഏതെങ്കിലും ശക്തിയായല്ല, മറിച്ച് ദൈവവിളി നൽകിക്കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതും ഒരു വിവാഹത്തിനുള്ളിൽ പിറന്നു വീഴുന്ന ഒരു മകനിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൂടെയാണ് എന്ന് നാം കാണുന്നു. ആ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം. മോശ കൊല്ലപ്പെടേണ്ടവനായാണ് ആ കുടുംബത്തിൽ, ലേവി കുടുംബത്തിൽ പിറന്നു വീഴുന്നത്, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ പിറന്നു വീഴുന്നത്. അങ്ങനെ പിറന്നു വീണ കോമളനായ മോശയുടെ അമ്മ 3 മാസക്കാലം തൻ്റെ ഭവനത്തിൽ, തൻ്റെ വീട്ടിൽ ഒളിച്ചു വളർത്തി എന്ന് നാം കാണുന്നു. അതിനുശേഷം വളരെ തന്ത്രപൂർവം ഫറവോയുടെ മകൾ കുളിക്കുവാനായി കടന്നു വരുന്ന നൈൽ നദിയുടെ ജലത്തിലേക്ക് ചെറിയ ഒരു പേടകത്തിൽ ആ മകനെ സുരക്ഷിതനായി കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതും, അതിനുശേഷം ഫറവോയുടെ മകൾ ആ മകനെ എടുത്തു വളർത്തുന്നതും ഒക്കെ നാം കാണുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവവിളി സംരക്ഷിക്കുവാനായി ഇസ്രായേലിനെ നയിക്കേണ്ട, ഇസ്രായേലിനെ ദൈവത്തെങ്കിലേക്ക് നടത്തേണ്ട, ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കേണ്ടവനെ ആ ദൈവവിളിയെ സംരക്ഷിക്കുവാൻ ആ കുടുംബം ഏറ്റെടുത്ത അതിസാഹസികമായ രീതികളും അതിസാഹസികമായ മാർഗങ്ങളും നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരികയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഓരോ ദൈവവിളിയും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓരോ കുടുംബങ്ങളിലും ദൈവം അനേകരുടെ നിലവിളിക്ക് ഉത്തരമായി അനേക പ്രവാചകന്മാരെയും അനേക പുരോഹിതരെയും
അനേക ദൈവ ശുശ്രൂഷകരെയും ദൈവം നൽകുന്നുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുവാൻ മോശയുടെ അമ്മയെപ്പോലെ, മോശയുടെ സഹോദരിയെപ്പോലെ, മോശയുടെ കുടുംബത്തെ പോലെ അതിസാഹസികമായി ജീവിക്കേണ്ടതുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം ഇന്ന് നമ്മോട് പറഞ്ഞു തരികയല്ലേ. മോശയ്ക്ക് കാവൽ നിൽക്കുന്ന സഹോദരിയായ മിറിയാം, ഫറവോയുടെ മകൾ ആ കുഞ്ഞിനെ കണ്ടെത്തി അതിനോട് അനുകമ്പ തോന്നുമ്പോൾ അടുക്കൽ ചെന്ന് ഒരു ഹെബ്രായ സ്ത്രീയെ കൊണ്ട് ഈ മകനെ വളർത്തുവാനുള്ള ആശയം പങ്കുവയ്ക്കുന്ന ആ സാഹസികത എത്ര മനോഹരമാണ്. ഒരു കുടുംബവും ഒരു കുടുംബത്തിലെ അമ്മയും സഹോദരിയും മാതാപിതാക്കളും ഒരു ദൈവവിളിയെ കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമായിരുന്നു ഒരുപക്ഷെ 450 വർഷങ്ങൾക്ക് ശേഷം മോശ എന്ന മനുഷ്യനിലൂടെ ഈജിപ്ത് വിടുവാൻ ഇസ്രായേലിന് കാരണമായി തീർന്നത്. ദൈവം എന്നും ഇടപെടുന്നത് ഇങ്ങനെ കുടുംബങ്ങളിലൂടെയും കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ദൈവവിളികളിലൂടെയുമാണെന്നുള്ള ആ വലിയ സത്യമല്ലേ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ വളർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം അദൃശ്യമായ കരങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ കുടുംബങ്ങളെയും ഇസ്രായേലിൻ്റെ മക്കളെയും വളർത്തും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു ഇത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേൽ കുടുംബങ്ങളെ നിർവീര്യമാക്കുവാനും നിശേഷം നശിപ്പിക്കുവാനും ചെയ്ത പ്ലാൻ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഈജിപ്ത് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടായിരുന്നു പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുട്ടികളെ കൊല്ലുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത്? അത് വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇസ്രായേലിലെ ആൺകുട്ടികളെല്ലാം മരണപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേലിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നവർ ആരായിരിക്കും? അത് തീർച്ചയായും ഈജിപ്തിലെ പുരുഷന്മാരും ആൺകുട്ടികളുമായിരിക്കില്ലേ? ഇതാണ് ഇവിടെ തന്ത്രമെന്ന് പറയുന്നത്. ഇസ്രായേലിന് നൽകപ്പെട്ട ഗോഷേൻ എന്ന രാജ്യം എന്ന സ്ഥലം അത് തിരിച്ചു പിടിക്കുവാനുള്ള ഏറ്റവും തന്ത്രപൂർവമായ ഒരു പ്ലാനായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു ആൺകുട്ടികളെ കൊന്നുതള്ളുക എന്നുള്ളത്. അതുമാത്രമല്ല, ഇസ്രായേലിന് ഇത്രമാത്രം ശക്തിയും ഇത്രമാത്രം ബലവും ലഭിച്ചത് ഇസ്രായേലിനുണ്ടായിരുന്ന ഈ കുടുംബ വ്യവസ്ഥിതിയും ദൈവാരാധനയുമായിരുന്നുവെന്ന് ഈജിപ്ത് മനസ്സിലാക്കിയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇസ്രായേലിൻ്റെ യുവതികളെ ഈജിപ്തിലെ പുരുഷന്മാർ വിവാഹം ചെയ്താൽ ഉണ്ടാകാവുന്ന ദുരന്തമെന്ന് പറയുന്നത് അവരുടെ കുടുംബ വ്യവസ്ഥിതികളിലേക്ക് ഈജിപ്തിലെ അല്ലെങ്കിൽ അനേക ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന, അനേക കൾട്ടുകളിൽ വിശ്വസിക്കുന്ന, അനേക കുലദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഈജിപ്തിൽ പുരുഷന്മാർ കടന്നു വരുമ്പോൾ അവരുടെ കുടുംബ വ്യവസ്ഥിതിയും അവരുടെ ദൈവാരാധനയും നിശേഷം നശിപ്പിക്കുമെന്നും ആ നാശം ഇസ്രായേലിൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് ഈജിപ്തിന് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആൺകുട്ടികളെ കൊലപ്പെടുത്തുവാൻ ഈജിപ്ത് തീരുമാനിക്കുന്നത്. അവിടെയാണ് മോശയുടെ ദൈവവിളിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഇസ്രായേലിൻ്റെ കുടുംബ വ്യവസ്ഥിതികൾ നഷ്ടമാകാതിരിക്കാൻ ദൈവം തൻ്റെ കരുത്തുള്ള കരത്താൽ ഇസ്രായേൽ കുടുംബങ്ങളെ താങ്ങുന്നത്. അങ്ങനെ സാമ്പത്തികമായും സാമൂഹികമായും മതപരമായും ഇസ്രായേലിനെ തളച്ചിടുവാനും അടിമപ്പെടുത്തുവാനും പരിശ്രമിച്ച തന്ത്രമാർഗം എന്ന് പറയുന്നത് കുടുംബത്തിനുള്ളിൽ തിന്മയും കുടുംബ വ്യവസ്ഥിതികളെ തച്ചുടയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് ഈജിപ്തിൻ്റെ കാലം മുതലല്ല, അതിനു മുമ്പേയും അതിനുശേഷം ഇന്നുവരെയും കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബ വ്യവസ്ഥിതികൾ എവിടെ തകരുന്നുവോ അവിടെ അവരുടെ സാമൂഹികമായ വ്യവസ്ഥിതികളും സാമൂഹികമായ ബലവും തകരുമെന്ന് ഈ സംഭവം നമ്മോട് സുനിശ്ചിതമായി കാണിച്ചു തരികയാണ്. അങ്ങനെ മോശയുടെ ദൈവവിളിയിലൂടെ ഇസ്രായേലിൻ്റെ കുടുംബ വ്യവസ്ഥിതികളെ നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുന്നത് പിന്നീട് നാം കാണുകയാണ്.
അങ്ങനെയാണ് മോശയ്ക്ക് ഒരു പക്ഷേ മോശ എന്തുകൊണ്ടാണ് കൊട്ടാരത്തിൽ ഒരു രാജകുമാരന് തുല്യം ജീവിക്കാൻ അനുവദിച്ചത് എന്നത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മാത്രമായിരുന്നു. കാരണം ഒരുപക്ഷെ മോശയെ ഒരു ഹെബ്രായ അടിമയായി ഫറവോയുടെ മകൾക്കും ഫറവോയുടെ കുടുംബത്തിനും കാണുകയും അവനെ അതിനനുവദിക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ മോശയ്ക്ക് ഈജിപ്തിലെ രാജകുമാരനെ പോലെ ജീവിക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ഹെബ്രായ കുടുംബത്തിൽ നിന്നും ഒരു ഈജിപ്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പറിച്ചു നടപ്പെട്ട് അവിടുത്തെ എല്ലാ സാഹചര്യവും ചേർന്ന് വളർന്നു വന്ന മോശയെയാണ് ദൈവം വലിയ ഒരു ലീഡറായി, ഒരു നേതാവായി ഇസ്രായേലിന് വേണ്ടി കാത്തുവച്ചിരുന്നത്. ഇത് ലോകത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം കുടുംബങ്ങളിലൂടെ ഇടപെടുകയും കുടുംബങ്ങളിലൂടെ മുന്നേറുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ സത്യമാണ്. അപ്പോൾ ഓരോ ദൈവവിളികളും ഇതുപോലെ കാത്തു സൂക്ഷിക്കപ്പെട്ടുവെങ്കിൽ എല്ലാ അടിമപ്പാളയങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ മോശയെപ്പോലെയുള്ള അനേക പ്രവാചകന്മാർ ഇന്നും നമ്മുടെ ലോകത്തുണ്ടാകുമെന്നത് ഏറെ ആശ തരുന്ന, അല്ലെങ്കിൽ പ്രകാശം തരുന്ന, പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ ആധുനിക കുടുംബങ്ങൾക്കും ഇതൊരു പാഠമായി തന്നെ നിൽക്കുന്നു. ഓരോ ദൈവവിളിയും സംരക്ഷിക്കുവാൻ കാവലായിരിക്കേണ്ട അമ്മമാരും സഹോദരിമാരും മാതാപിതാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് വ്യാപരിക്കേണ്ടത് എന്ന് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ മോശ 40 വർഷങ്ങൾ ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ വളർന്നിട്ടും അവൻ്റെ ദൈവവിളിയിലേക്ക്, അല്ലെങ്കിൽ ദൈവവിളിയെ തിരിച്ചറിയാൻ അവന് കഴിയാതെ പോയതിൻ്റെ ചില കാരണങ്ങൾ നാം പിന്നീട് കാണുകയാണ്. ഒരു ഹെബ്രായനാകാതെ ഒരു ഹെബ്രായരെ മോചിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഒരു സായാഹ്നത്തിൽ അവന് മനസ്സിലാവുകയാണ്. സ്വന്തം സഹോദരന്മാരെ കലഹത്തിൽ നിന്ന് ഒഴിപ്പിക്കുവാനായി കടന്നു ചെല്ലുന്ന മോശയോട് കയർക്കുന്ന സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് അവൻ മനസ്സിലായി, ഒരു ഹെബ്രായ കുടുംബത്തിൽ ജീവിക്കാതെ, ഒരു ഹെബ്രായനാകാതെ ഒരിക്കലും ആരെയും മോചിപ്പിക്കാനാവില്ല. അതിനാൽ അവൻ അവിടെ നിന്ന് ഓടി ഒളിച്ചു എന്ന് നാം കാണുന്നു. മോശ എത്തിച്ചേരുന്നത് മിദ്യാനിലെ തൻ്റെ അമ്മാവനായ ജെത്രോയുടെ കുടുംബത്തിലാണ്. അങ്ങനെ ആ ജെത്രോയുടെ കുടുംബത്തിലെ ഒരു അംഗമായി മോശ 40 വർഷം ജീവിക്കുന്നു നാം കാണുന്നു. മോശ മിദ്യാനിലെത്തുമ്പോൾ ജെത്രോയുടെ പെൺമക്കളെ കാണുകയും പിന്നീട് ജെത്രോയോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ഭക്ഷണത്തിനിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുടുംബാംഗമാകുക എന്നുള്ളതാണ്. അങ്ങനെ മോശ 40ഓളം വർഷങ്ങൾ ഒരു കുടുംബത്തിനുള്ളിൽ ജീവിച്ചപ്പോഴാണ് അവൻ്റെ ദൈവവിളിയിലേക്ക് അവനെ സ്വയം പുനഃപ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ദൈവവിളി ഉണ്ടാകുന്നതിൻ്റെയും ദൈവവിളിയുടെ സമർപ്പണത്തിൻ്റെ പുനഃസൃഷ്ടിയിലേക്കും പുനഃപ്രതിഷ്ഠയിലേക്കുമൊക്കെ കടന്നു വരുന്നതിന് കുടുംബ പശ്ചാത്തലം എത്ര ആവശ്യമാണെന്ന് ഈ മോശയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ നിയോഗം തിരിച്ചറിഞ്ഞ മോശ പലപ്പോഴും ദൈവത്തോട് തന്നെ തൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും തൻ്റെ അസാധ്യതകളുമൊക്കെ നിരത്തുമ്പോഴൊക്കെ ദൈവം മോശയ്ക്ക് നൽകുന്നത് മറ്റൊരു വലിയ സമ്മാനമായിരുന്നു. അത് മറ്റൊന്നുമല്ല, തൻ്റെ സഹോദരനായ അഹറോനായിരുന്നു. പിന്നീടുള്ള പ്രയാണത്തിൽ നാം കാണുന്നുണ്ട്, മോശയ്ക്ക് ശക്തിയായി മോശയുടെ നാമായി പ്രവർത്തിക്കുന്നത് തൻ്റെ സഹോദരനായ അഹറോനാണ്. അഹറോനോടൊപ്പം തൻ്റെ സഹോദരിയായ മിറിയാമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരേ കുടുംബത്തിനുള്ളിൽ നിന്ന് ദൈവജനത്തെ നയിക്കുവാൻ അനേകരെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തെ ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ മോശ ഈജിപ്തിലെത്തി ഫറവോയോട് തൻ്റെ ദൈവജനത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുക എന്ന ദൈവത്തിൻ്റെ തിരിഹിതം അറിയിക്കുന്നതും, എന്നാൽ ഫറവോ ഹൃദയ കാഠിന്യത്തോടുകൂടി പെരുമാറുന്നതുമെല്ലാം നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവം 10 മഹാമാരികൾ അയച്ചുകൊണ്ട് ഈജിപ്തിനെ ശിക്ഷിക്കുന്നത് കാണാം. ആ മഹാമാരികൾ നമുക്കറിയാവുന്നതാണ് അല്ലേ? നാം പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള ആ മഹാമാരികൾ
10 മഹാമാരിയിലൂടെ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. ആദ്യം തന്നെ ദൈവം മോശയിലൂടെ ഫറവോയ്ക്ക് വാണിംഗ് നൽകുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 23-ാം വചനത്തിൽ പറയുന്നു, നീ ഇപ്രകാരം വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ ആദ്യജാതരെയെല്ലാം ഞാൻ വധിക്കും. എന്നാൽ ഫറവോയാകട്ടെ ഈ മോശയിലൂടെ വന്ന ദൈവകൽപ്പനകളെ ധിക്കരിക്കുകയും കഠിനമാക്കുകയും ചെയ്തപ്പോൾ 10 മഹാവ്യാധികൾ നൽകുന്നത് നാം കാണുന്നുണ്ട്. നൈലിലെ ജലമെല്ലാം രക്തമായി തീർന്നതും, തവളകളും പേനും ഈച്ചകളും ഒക്കെ വ്യാപിക്കുന്നതും, മൃഗങ്ങളും ഒക്കെ ചത്തുവീഴുന്നതും, വ്രണങ്ങളാലും കൽമഴയാലുമൊക്കെ വെട്ടുകിളിയാലും രാത്രിയിനുമാലും എല്ലാം ഈജിപ്തിനെ ശിക്ഷിക്കുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ ഈ 10 അല്ലെങ്കിൽ ഈ 9 ശിക്ഷകൾ മഹാമാരികൾ അയച്ചിട്ടും മോശയുടെ ഹൃദയം കഠിനമായതുള്ളേ ഉള്ളൂ എന്ന് നാം വായിക്കുന്നു. എന്തിനായിരുന്നു ഈ കൃത്യമായ ഈ മഹാമാരികൾ? ഇതിൻ്റെ കാരണം ഈജിപ്തിന് എപ്പോഴും പലതരത്തിലുള്ള ദൈവങ്ങളുണ്ടായിരുന്നു. നൈൽ അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഒരു ദൈവം, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവം, കൃഷിക്കായുള്ള ദൈവം, അങ്ങനെ പലതരത്തിലുള്ള ഗോത്രദൈവങ്ങളും കുലദൈവങ്ങളും ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളൊന്നും യഥാർത്ഥ ദൈവമല്ല. അല്ലെങ്കിൽ ഇസ്രായേലിനെ നയിക്കുന്ന പിതൃതുല്യമായ ദൈവത്തെ ഇസ്രായേലിനും ഇസ്രായേലിലെ ജനത്തിനും കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള മഹാമാരികളായിരുന്നു അയച്ചത്. ഇവയൊന്നും ഈജിപ്തിലെ ഫറവോയെ മനസാന്തരപ്പെടുത്താനോ ഇസ്രായേലിനെ വിട്ടയക്കുവാനോ മനസ്സിലാകാതിരുന്നപ്പോൾ 10ാമത്തെ മഹാമാരിയായി വന്നത് എല്ലാ കടിഞ്ഞൂലുകളെയും കൊല്ലുക എന്നുള്ളതായിരുന്നു. ഇതിനുവരെ മുൻപ് വരെയുള്ള 9 മഹാമാരികളിലൂടെ അവർക്ക് സംഭവിച്ചത് അവരുടെ സാമൂഹികമായ സാമ്പത്തികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുക മാത്രമായിരുന്നു. ഇതൊന്നും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചില്ല. എന്നാൽ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴാണ് ഫറവോയുടെ മനസ്സ് ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തീരുമാനിക്കുന്നത്. സാമ്പത്തികമോ സാമൂഹികമായ ഒരു വ്യാധിയും ഒരു പ്രശ്നങ്ങളും പെട്ടെന്നൊന്നും മനുഷ്യരെ ബാധിക്കുന്നില്ല. എന്നാൽ കുടുംബത്തിലുണ്ടാകുന്ന, കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ദൗർഭാഗ്യം, അപകടം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കും. അവസാനമയച്ച മഹാവ്യാധി എന്ന് പറയുന്നത് കുടുംബത്തിന് ഭീഷണിയാകുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കുന്ന ഭീഷണിയായിരുന്നു. അവിടെയാണ് ഫറവോ മുട്ടുകുത്തുന്നത് എന്ന് നാം കാണുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതു തലങ്ങളിലും ഇത് സത്യമാണ്. സാമൂഹികമായോ സാമ്പത്തികമായോ ആരെ ഞെരുക്കിയാലും ഒരുപക്ഷെ എതിർത്ത് നിന്നേക്കാം, അതിജീവിച്ചേക്കാം. എന്നാൽ കുടുംബത്തിനെതിരായി വരുന്ന ഒരു ഭീഷണിയും ആർക്കും താങ്ങാനാവില്ല എന്ന് ഇതിലൂടെ നാം വ്യക്തമാക്കുന്നു. അവിടെയാണ് പെസഹ ആരംഭിക്കുന്നത്. പെസഹ എന്ന് പറയുന്നത് ഈ ആദിജാതന്മാരുടെ വധവും ഇസ്രായേലിൻ്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ടതാണെന്ന് നാം കാണുന്നു. പെസഹ ഒരു ഗാർഹികമായ ആഘോഷമായി മാറുന്നത് ഇപ്രകാരമാണ്. ദൈവം നമ്മളെ സംരക്ഷിച്ചതിൻ്റെ, ഇസ്രായേലിൻ്റെ കുടുംബങ്ങളെ സംരക്ഷിച്ചതിൻ്റെ പ്രതീകമെന്നോണം, ഓർമ്മയെന്നോണം അത് ഇസ്രായേലിൽ നിലനിൽക്കുവാൻ ദൈവം തന്നെ ഏർപ്പെടുത്തിയ ആഘോഷമായിരുന്നു പെസഹ. കുടുംബങ്ങളെ, കുലങ്ങളെ, ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ, ഇസ്രായേലിൻ്റെ കുടുംബ വ്യവസ്ഥിതിയെ സംരക്ഷിച്ച തിരുനാളായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയായിരുന്നു ഓരോ പെസഹായും. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ കുടുംബ വ്യവസ്ഥിതിയുടെ പ്രാധാന്യവും അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിലൂടെ ദൈവം നൽകുന്ന കൃപയുമൊക്കെയാണ് ഈ പെസഹ ആഘോഷത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു രഹസ്യം. അതുകൊണ്ടാണ് ഓരോ പെസഹ ആഘോഷത്തിലും കുടുംബത്തിലെ തലവനോട്, അല്ലെങ്കിൽ കുടുംബത്തിലെ പിതാവിനോട് ഇളയ കുഞ്ഞ് ചോദിക്കും, ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ആ കുടുംബത്തിലെ തലവൻ ആ ഗാർഹികമായ പശ്ചാത്തലത്തിൽ ആ മക്കളോട് പറഞ്ഞു നൽകും, ദൈവം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഗോത്രങ്ങളെ സംരക്ഷിച്ചതിൻ്റെ അടയാളമാണ് പെസഹ.
ദൈവത്തിൻ്റെ കരങ്ങളെ പറ്റിയുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ കുടുംബം ഈജിപ്ത് വിട്ടതിൻ്റെ ഓർമ്മയാണ് ഓരോ പെസഹായും. അങ്ങനെയാണ് ഇസ്രായേൽ ജനം തലമുറകളിലേക്ക് കുടുംബങ്ങളിലൂടെ ദൈവം വിതറുന്ന കൃപയുടെ അവിസ്മരണീയമായ ഓർമ്മകളും അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ വിശ്വാസവും പകർന്നു നൽകിയത്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം ഓരോ കുടുംബത്തിനും കാവൽ നിൽക്കുന്നു എന്ന്, ദൈവം ചിതറിക്കപ്പെടുന്നവരെയും അടിച്ചമർത്തപ്പെടുന്ന ഓരോ കുടുംബങ്ങൾക്കും കാവൽ നിൽക്കുമെന്നും അവരെ സമുദ്ധരിക്കുവാനും സംരക്ഷിക്കുവാനും എല്ലാ അടിമപ്പാളയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനുമായി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്നും, അത് കുടുംബങ്ങൾക്കുള്ളിലാണ്, കുടുംബങ്ങളിലെ വ്യക്തികളിലൂടെയാണ് അത് വിഭാവനം ചെയ്യുന്നതെന്നും നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ മോശയുടെ ജീവിതത്തിൽ നിന്നും, മോശയുടെ വിളിയിൽ നിന്നും, ഇസ്രായേലിൻ്റെ പുറപ്പാടിൻ്റെ അനുഭവങ്ങളിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ ഓരോ ദൈവവിളിയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ, അതിനെ വളർത്തേണ്ടതിൻ്റെ കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം ഏറെ ശ്രേഷ്ഠമായി നമ്മോട് പറഞ്ഞു തരികയാണ്. കുടുംബങ്ങളിലൂടെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതെന്നും, കുടുംബങ്ങളിലൂടെ കൃപയായി നിറയേണ്ട ഈ വിശ്വാസം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപിക്കണമെന്നും, അങ്ങനെ ദൈവം കൂടെ സഞ്ചരിക്കുന്ന, ദൈവം തൻ്റെ കരത്തിൽ കൊണ്ടു നടക്കുന്ന ഓരോ കുടുംബത്തിനും ദൈവം അദൃശ്യമായ തണലേകി ഏതടിമപ്പാളയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുമെന്നുള്ള വലിയ പ്രത്യാശ നൽകുന്ന ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ദൈവവിളികളുടെ കൃപയും ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൃപയും, അതിലൂടെ ഏതടിമപ്പാളയങ്ങളിൽ നിന്നും പുറത്തു വരുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയും എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവവിളിയുടെ വലിയ കൃപകൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.